ഒരു 200 ഞാൻ പ്രതീക്ഷിക്കണം. പുലിമുണ്ടൊക്കെ പൊട്ടിക്കും. പടമാണ്, പക്ക അടിപടമാണ്. പടം കത്തി കയറും. സംഭവം കുറച്ച് ക്ലീശയൊക്കെയാണ്. ഏതാ കർവ് 100 ഒരു 200 ഞാൻ പ്രതീക്ഷിക്കണം. പുലിമുണ്ടൊക്കെ പൊട്ടിക്കും. മഞ്ഞുമൽ ബോയ്സ് പൊട്ടിക്കുന്ന അറിയില്ല, പുലിമുണ്ടൽ പൊട്ടിക്കും. അങ്ങനെ കണ്ടു. ഒന്നാണ് മമ്മൂട്ടി പടമാണ്, രണ്ടാണ് മമ്മൂട്ടി പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് നല്ല ഗ്യാരണ്ടിയുള്ള ആക്ടറാണ്, ഗ്യാരണ്ടിയുള്ള നടന്നാണ്. മമ്മൂട്ടി ലാലേട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റാറുമാണ്, നടനുമാണ്. ഇത് സ്റ്റാർഡും വരുന്ന ഫിലിമാണ്. അഭിനയമുള്ള കാതൽ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ്. അപ്പോൾ പടം എന്തായാലും ഭയങ്കര കത്തിക്കയറും. ഒരു പക്ക മാസ് പടമാണ്. മമ്മൂക്ക ഒരു മാസ് പടം ചെയ്ത് കുറേ നാളായി. ഫാൻസുകാർക്ക് ട്രീറ്റ് ആയിരിക്കും. പിന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാസ് മാത്രമല്ല, എല്ലാ റോൾസും, എല്ലാ മമ്മൂക്കിയുടെ ആക്ടിങ് കൊണ്ട് റോൾസും മാസും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഭീഷ്മ കഴിഞ്ഞിട്ടൊരു ആക്ഷൻ റോൾ, ഒരു മാസ് ഫിലിം വരുന്നത് ടർബോ ആണ്. പിന്നെ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ടീമാണ്. അവർക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസറിയാം. മാസ് ആക്ഷൻ ജോണർ, മാസ് ആക്ഷൻ ജോണർ, ആക്ഷൻ പടമാണ്, അടിപ്പടമാണ്, പക്ക അടിപ്പടമാണ്. ടോപ്പ് ജോൺ കോമഡിയാണ്, കുറച്ച് കോമഡി. ഇത് പറഞ്ഞ എനിക്കൊന്ന് ഒരു മാസ് ആക്ഷൻ പറഞ്ഞാൽ മോഹൻലാലിന്റെ പറയുകയാണെങ്കിൽ നല്ല മാസ് സ്റ്റൈലാണ്, ആ ടൈപ്പ് ഒരു പടം. സാധാരണ ഇങ്ങനെ അടിപ്പടം ഫുള്ള് അടിപ്പടം ചെയ്യുന്ന ലാലേട്ടറാണ്. എന്നാലും മമ്മൂക്കേൻ്റെ ഒരു മാസ് പടം വന്നിട്ട് കുറേ നാളായി. എല്ലാവരും പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന പടമാണ്. സ്ക്രിപ്റ്റ് മിഥുൻ തോമസ് ആണ്, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും. ഡയറക്ഷൻ വൈശാഖ്. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ മമ്മൂട്ടി ക്ലാസ് മാസം എല്ലാം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ക്ലാസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര ഹിറ്റായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് സംഭവം കുറച്ച് ക്ലീശയൊക്കെയാണ്, സാധാരണക്കാരനെ ആക്ഷൻ പടം പോലെയാണ്. പടം കത്തി കയറും.